നമസ്കാരം. സോളാർ ലൈറ്റ് സീരീസിൽ ഡ്യൂഡ് എൽഇഡി പുതിയതായിട്ട് ലോഞ്ച് ചെയ്തേക്കുന്ന ഒരു എക്കോ ഫ്രണ്ട്ലി ഗേറ്റ് ലാമ്പ് ആണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. DHGL 102 എന്നാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ കോഡ് വരുന്നത്. സോളാർ ലൈറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് ഇത് പ്രവർത്തിപ്പിക്കാൻ ഗ്രിഡിന്റെയോ വയറിംഗിന്റെയോ ആവശ്യമില്ല എന്നുള്ളതാണ്. ഈ ഒരു ഗേറ്റ് ലൈറ്റിലേക്ക് ഗ്രിഡ് കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ പവർ ഫെയിലിയറിനെയും ഒപ്പം ഇലക്ട്രിസിറ്റി ബില്ലിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഗേറ്റ് ലാമ്പ് ഡെസ്ക് ഡൗൺ ലൈറ്റ് ആയതുകൊണ്ട് തന്നെ മാനുവൽ ഓപ്പറേഷൻ ആവശ്യം വരുന്നില്ല. അതായത് സൺസെറ്റിന്റെ സമയത്ത് ഓട്ടോമാറ്റിക് ആയി ഓൺ ആവുകയും സൺറൈസിന്റെ സമയത്ത് ഓഫ് ആവുകയും ചെയ്തോളും. ഇനി ഈ പ്രോഡക്റ്റിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ബ്ലാക്ക് കളർ ബോക്സി ഷേപ്പിൽ വരുന്ന ഈ ഗേറ്റ് ലാമ്പ് നിർമ്മിച്ചിരിക്കുന്നത് ABS മെറ്റീരിയലിലാണ്. ഈ ഒരു ഗേറ്റ് ലാമ്പ് ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടോപ്പ് സൈഡിൽ ഒരു മോണോ ക്രിസ്റ്റലൈൻ സോളാർ പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഗേറ്റ് ലാമ്പിലെ ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഫിലമെന്റ് ബൾബിനോട് സാദൃശ്യമുള്ള ഒരു LED ബൾബാണ്. വാം വൈറ്റ് പ്രകാശമാണ് ഇതിൽ നിന്നും പുറപ്പെടുന്നത്. ഈ ലൈറ്റ് സർഫസിൽ ഉറപ്പിക്കുന്നതിനായി ഒരു ഹെവി മെറ്റൽ ക്ലാമ്പും അതോടൊപ്പം അതിന്റെ ആക്സറീസും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഗേറ്റ് ലാമ്പ് എനേബിൾ ചെയ്യിക്കാൻ ലൈറ്റ് സോഴ്സിന് അടുത്തായി തന്നെ ഗ്രീൻ കളർ സ്വിച്ച് ഉണ്ട്. ഒരു പ്രാവശ്യം എനേബിൾ ആക്കി കഴിഞ്ഞാൽ സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് ഓട്ടോമാറ്റിക്കായി ഇത് വർക്ക് ചെയ്തോളും. ഇതിൽ സോളാറിൽ നിന്നുള്ള എനർജി ശേഖരിക്കാൻ ലിഥിയം അയൺ ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 5 മണിക്കൂർ കൊണ്ട് ചാർജ് ആവുന്ന ബാറ്ററി 12 മണിക്കൂർ വരെ ബാക്കപ്പ് നൽകുന്നുണ്ട്. ഗേറ്റ് പില്ലറിൽ കൂടാതെ കോമ്പൗണ്ട് വാൾ, പാരപ്പിറ്റ് ഒപ്പം ഗാർഡനിലും നമുക്കിത് പ്രയോജനപ്പെടുത്താം. ഈ ഒരു ഗേറ്റ് ലാമ്പിന്റെ എഫിഷ്യൻസി കുറയാതിരിക്കാൻ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു പാനൽ ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ ഒരു ഗേറ്റ് ലാമ്പ് മൗണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പകൽ സമയത്ത് സൺലൈറ്റ് ഈ പാനലിൽ ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ വേണം ഫിക്സ് ചെയ്യാൻ. കൂടാതെ രാത്രി ആയിക്കഴിഞ്ഞാൽ വേറെ ലൈറ്റ് സോഴ്സ് ഒന്നും ഈ പാനലിൽ ഡയറക്റ്റ് ആയിട്ട് വന്ന് വീഴുന്നില്ല എന്നും കൂടെ നിങ്ങൾ ഉറപ്പുവരുത്തുക.